നമുക്കറിഞ്ഞോ അറിയാതെയോ വന്ന് ഭവിച്ചിരിക്കുന്ന ഒരു അപകടകരമായ ധാരണയാണ്. സഭ എന്നാൽ ബാവായും മെത്രാനും സ്ഥാപനങ്ങളും പള്ളികളും അതിൻ്റെ വളർച്ചകളും മാത്രമാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. അതിൻ്റെ അപകടം നമ്മളിപ്പോൾ തന്നെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. അത് തികച്ചും പെരിഫറലായ ആ ഹൈറാർക്കിക്കൽ ഓർഡർ, ആ വ്യവസ്ഥാപിതമായ ഘടനാബദ്ധമായ ഒരു നിലനിൽപ്പിനെ സഹായിക്കുന്നു എന്നുള്ളതിലുപരി അതാണ് സഭയുടെ സത്വവും സ്വത്വവുമെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതൊരു അപകടമാണ്. ഇതൊരു ആത്മീയ ആശുപത്രിയാണ്. അപ്പം ആശുപത്രിയാണെങ്കിൽ എന്തിനെങ്കിലും ചികിത്സ വേണമല്ലോ. എന്തിനാണ് ചികിത്സ? പാപരോഗത്തിനാണ്. ഇപ്പം എന്താണ് പാപരോഗം? എന്താണ് പാപം? പാപങ്ങളുടെ പട്ടിക വിശുദ്ധ കുർബാന ക്രമത്തിൻ്റെ പുറകിൽ കൊടുത്തിട്ടുണ്ട്. നിഗളമുണ്ട്, അസൂയയുണ്ട്, കോപമുണ്ട്, നിരാശയുണ്ട്. പക്ഷെ ഇതൊന്നും പാപമല്ല കേട്ടോ. ഇതൊക്കെ പാപത്തിൻ്റെ ലക്ഷണം മാത്രമാണ്. ഒറ്റ പാപമേ ഉള്ളൂ, ഒരേ ഒരു പാപമേ ഉള്ളൂ. നമ്മൾ പറയില്ലേ, പനി ഒരു രോഗമാണെന്ന് നമ്മൾ പറയുമെങ്കിലും കുറച്ചുകൂടെ അറിവുള്ളവർ പറയും പനി ഏതൊക്കെയോ ലോകത്തിൻ്റെ ലക്ഷണമാണെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന നമ്മൾ അക്കമിട്ട് പറഞ്ഞിരിക്കുന്ന സംഗതികളൊക്കെ ഒരൊറ്റ രോഗത്തിൻ്റെ ലക്ഷണമാണ്. എന്താണെന്നറിയുമോ ആ രോഗം? ദൈവത്തിൽ നിന്നുള്ള അകൽച്ച. പള്ളിയിൽ പോകുന്നവർ നല്ല കുട്ടികളല്ലേ? നോയമ്പെടുക്കുന്നവർ നല്ല കുട്ടികളല്ലേ? ഉപവസിക്കുന്നത് നല്ല കുട്ടികളല്ലേ? അപ്പോൾ പള്ളിയിൽ പോകാത്തവരാരാ? ചീത്ത കുട്ടികളാണ്. നോയമ്പെടുക്കാത്തവർ ചീത്ത കുട്ടികൾ. മദ്യപിക്കുന്നവർ അയ്യോ മഹാമോശം കുട്ടികൾ അല്ലേ? ഈ ഒരു ധാരണയുടെ അപകടം നമ്മൾ വളരെ പെട്ടെന്ന് സാച്ചുറേറ്റഡ് ആവും. നമ്മുടെ പള്ളി ജീവിതം കൊണ്ട് നമ്മൾ തൃപ്തരാവും. ക്രിസ്തുവിലേക്ക് എത്തുന്നതിൽ നിന്ന് ചിലപ്പോൾ നമ്മുടെ പള്ളി ജീവിതം നമ്മളെ തടസ്സപ്പെടുത്താൻ ഇടയുണ്ട്. സഭ ആശുപത്രിയാണ്, പുരോഹിതൻ വൈദ്യനാണ്, വിശുദ്ധ കുമ്പസാരം ശസ്ത്രക്രിയയാണ്, വിശുദ്ധ കുർബാന അമർത്യതയുടെ ഔഷധമാണ്. മാർ സ്തേപ്പാനോസ് സഹദായുടെ വളരെ ചെറിയ ആയുഷ്കാലത്തെ ജീവിതം സഭാചരിത്രത്തിൽ എത്രമാത്രം നിർണായകമായ വഴിത്തിരിവിലേക്കാണ് അതിനെ നയിച്ചിട്ടുള്ളത് എന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ ധ്യാനത്തിലൂടെ നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ്. മാർ സ്തേപ്പാനോസ് സഹദായുടെ ജീവിതവും മരണവും ഏത് കാലത്തെയും സഭാജീവിതത്തിനുള്ള ഒരു ദിശാസൂചികയാണ്. പല കാരണങ്ങൾ കൊണ്ട് എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടത് എന്ന് അറിയാത്ത വിധം ചിലപ്പോൾ അപകടകരങ്ങളായ സ്വത്ത് നിർമ്മിതികളിലൂടെ സഭ അതിൻ്റെ യഥാർത്ഥമായ സത്തയും സാരാംശവും വിസ്മരിച്ചു വ്യാജ പ്രതിച്ഛായ നിർമ്മിതികളിലൂടെ കേവലം സംഘടനാപരമായ ഒരു നിലനിൽപ്പിൻ്റെ തലത്തിലേക്ക് ജീർണിച്ചു പോകുന്ന ഘട്ടങ്ങളിലൊക്കെ എന്താണ് ക്രിസ്ത്യാനികരണത്തിൻ്റെ തനതായ മാതൃകയെന്ന് നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് മാർ സ്തേപ്പാനോസ് സഹദായുടെ ഓർമ്മ. താൻ ആരെ അനുധാവനം ചെയ്തുവോ ആ മശിഹാ തമ്പുരാൻ്റെ ജീവിതത്തിൻ്റെ നിർഭീകത്വവും മരണത്തിൻ്റെ ദയാലുത്വവും എത്ര മനോഹരമായിട്ടാണ് മാർ സ്തേപ്പാനോസ് തൻ്റെ ജീവിതത്തിൽ പകർത്തിയെഴുതുന്നത്. അത്തരമൊരു പകർത്തിയെഴുത്ത് അസാധ്യമാകും വിധം നമ്മുടെ സഭാജീവിതം അതിൻ്റെ സത്തയിൽ നിന്ന് വേർപെട്ടു പോയി എങ്കിൽ, അതിൽ നിന്ന് അകന്നു പോകുന്നുണ്ടെങ്കിൽ അത് തിരികെ പിടിക്കാനുള്ള യഥാർത്ഥമായ ഒരു വഴിയെക്കുറിച്ചാണ്
മാർ സ്തേഫാനോസ് സഹദായുടെ ജീവിതം ഓർമ്മിച്ചെടുക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ ധ്യാനിക്കേണ്ടത് എന്താണ് സഭാജീവിതം, എന്താണ് നമ്മുടെ ക്രിസ്ത്യാനികരണം, എന്താണ് സഭയെക്കുറിച്ചുള്ള നമ്മുടെ സ്വത്വബോധം, അതിനെക്കുറിച്ചുള്ള നാം ഓരോരുത്തരുടെയും വീക്ഷണങ്ങൾ. പൊതുവെ സാമാന്യമായി രണ്ട് തരത്തിൽ സഭയെക്കുറിച്ച് മനുഷ്യർക്ക് ധാരണയുണ്ട് എന്ന് പറയാറുണ്ട്. അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് ഞാൻ ആ ഭാഗമൊന്ന് വായിക്കാം. There are two dominant perspectives on how to view the Ecclesia and its teachings. Ecclesia എന്നാൽ ചർച്ച്, സഭ. സഭയെയും അതിൻ്റെ ഉപദേശങ്ങളെയും കുറിച്ച് പൊതുവായി രണ്ട് പ്രധാനപ്പെട്ട ധാരണകളാണ് സമൂഹത്തിൽ സഭാജീവിതം നയിക്കുന്നവർക്ക് തന്നെ നിലനിൽക്കുന്നത്. ഒന്നാമത്തേത്, the first considers it simply as a religion aiming at making people pious and well-behaved. നന്നായി പെരുമാറുന്നവരും ഭക്തിയുള്ളവരുമായി മനുഷ്യരെ പരിശീലിപ്പിക്കുന്ന ഒരു സാധാരണ മതസ്ഥാപനം. മറ്റെല്ലാ മതങ്ങളെയും പോലെ ധാർമ്മികമായ പ്രബോധനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് നല്ല മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഒരിടമെന്ന നിലയിൽ സഭയെ കണക്കാക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് ചെറിയ പ്രായം മുതൽ, സൺഡേ സ്കൂൾ മുതൽ ഓരോരോ പ്രായങ്ങളിൽ നാം പ്രവർത്തിക്കേണ്ട ആത്മീയ പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിച്ച് പള്ളിയിൽ പോയി നോമ്പുകൾ നോക്കി നല്ല കുട്ടികളായി നമ്മളൊക്കെ നിലനിൽക്കാൻ പരിശ്രമിക്കുന്നത്. ഇങ്ങനെ നല്ല കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ സഭയെ മനസ്സിലാക്കുന്ന മനുഷ്യരൊക്കെ ഉണ്ട്. അതിനൊരു അപകടമുണ്ട്, പിന്നാലെ പറയാം. രണ്ടാമത്തെ ധാരണ, the second perspective considers the teachings of the Ecclesia as some sort of a religious philosophy. ഒരു തത്വചിന്താപരമായ അടിത്തറയിൽ ഊന്നിക്കൊണ്ട് സമ്മേളിക്കുന്നവരുടെ ഒരു സമൂഹം എന്ന നിലയിൽ സഭയെ കണക്കാക്കുന്നവരുണ്ട്. അത് കുറെ കൂടി ദൈക്ഷണികമായ ഒരു സമീപനമാണ്. ഉദാഹരണത്തിന്, നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ഈ ദേവാലയത്തിൽ സന്നിഹിതരായിരിക്കുന്നതിൻ്റെ കാരണം എന്തടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരും ബീയിങ് ഓർത്തഡോക്സ് എന്ന നിലയിൽ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ദിസ് കോൺഗ്രിഗേഷൻ? എന്താണ് ഇതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? 1700 വർഷങ്ങൾക്ക് മുമ്പ് നിഖ്യായിലും ക്രിസ്തുന്തിനോപ്പോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണ രേഖ, ആ ദൈവസങ്കല്പത്തിൽ വിശ്വസിക്കുന്നവരുടെ ഒരു സമൂഹം എന്ന നിലയിലാണ് നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. താത്വികമായി നോക്കുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് 300 വർഷങ്ങൾക്ക് ശേഷം താൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്ന വ്യത്യസ്തങ്ങളായ തർക്കവിതർക്കങ്ങൾക്കൊടുവിൽ സഭാപിതാക്കന്മാർ ഒരുമിച്ച് ചേർത്തെടുത്ത നിശ്ചയങ്ങൾ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ വെളിപ്പെട്ട വിശുദ്ധ തൃത്വ ദൈവ സങ്കല്പം, ആ വിശുദ്ധ തൃത്വത്തിലെ ആളത്തങ്ങളായ പിതാവാം ദൈവത്വത്തിൻ്റെ ആളത്വത്തെക്കുറിച്ചും പുത്രനാം ദൈവത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവാം ദൈവത്തെക്കുറിച്ചും വിശദീകരിക്കുകയും അങ്ങനെ ആദ്യ 3 ഖണ്ഡികകൾ അവസാനിപ്പിച്ച അവസാനത്തെ ഖണ്ഡികയിൽ ഏത് ദൈവസങ്കല്പത്തെ ആരാധിക്കുന്നുവോ ആ ആരാധിക്കുന്ന ദൈവസങ്കല്പത്തോട് ആഭിമുഖ്യം പുലർത്തി ആരാധിക്കുന്ന സമൂഹത്തിൻ്റെ അസ്തിത്വം എന്താണ്, ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു, ആ ഞങ്ങളുടെ അസ്തിത്വം എന്താണ് എന്നും കൂടി വിശദീകരിച്ച് ഒരു രേഖ രൂപപ്പെടുത്തുകയും ആ രേഖയോട് ചേർന്ന് നിൽക്കുന്നവർ സഭാംഗങ്ങളാവുകയും ചെയ്യുന്നു. മാമോദീസായിൽ സാത്താനെ പുറത്താക്കുന്നു, മശിഹായെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം സത്യവിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലുന്നു. അതിനുശേഷമാണ് മോറോൻ അഭിഷേകവും
വിശുദ്ധ കുർബാന സംസർഗവും എല്ലാം സാധ്യമാവുന്നത്. അപ്പോൾ ഈ വിശ്വാസം ഏറ്റുപറയുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു സമൂഹം എന്നുള്ള നിലയിൽ തികച്ചും ദൈക്ഷണികമായി ബൗദ്ധികമായി വേണമെങ്കിൽ സഭയെ സമീപിക്കാം. അതിലും ഒരപകടമുണ്ട്. ഈ രണ്ട് ധാരണകൾക്കും വലിയ അപകടങ്ങളുണ്ട്. മൂന്നാമതൊരു ധാരണ ഈ പുസ്തകത്തിൽ പറയാത്ത ഒന്നുണ്ട്. നമ്മുടെ സമകാലിക സഭാജീവിതത്തിൽ നമുക്കറിഞ്ഞോ അറിയാതെയോ വന്ന് ഭവിച്ചിരിക്കുന്ന ഒരു അപകടകരമായ ധാരണയാണ് സഭ എന്നാൽ ബാവായും മെത്രാനും സ്ഥാപനങ്ങളും പള്ളികളും അതിൻ്റെ വളർച്ചകളും മാത്രമാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. അതിൻ്റെ അപകടം നമ്മളിപ്പോൾ തന്നെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. അത് തികച്ചും പെരിഫറലായ ആ ഹൈറാർക്കിക്കൽ ഓർഡർ, ആ വ്യവസ്ഥാപിതമായ ഘടനാബദ്ധമായ ഒരു നിലനിൽപ്പിനെ സഹായിക്കുന്നു എന്നുള്ളതിലുപരി അതാണ് സഭയുടെ സത്വവും സ്വത്വവുമെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതൊരു അപകടമാണ്. അവിടെയാണ് സിംഹാസനങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ടാവുന്നത്. അപകടം പിടിച്ചൊരു കളിയാണ്. ക്രിസ്തുവിൽ നിന്ന് വളരെ ദൂരത്തുള്ള ഒരു നിലനിൽപ്പുമാണത്. ഒന്നാമത്തെ ധാരണയുടെ അപകടം എന്താണ്? നല്ല കുട്ടികളെ സൃഷ്ടിക്കുന്ന ഒരു സ്ഥാപനം. പള്ളിയിൽ പോകുന്നവർ നല്ല കുട്ടികളല്ലേ? നോയമ്പെടുക്കുന്നവർ നല്ല കുട്ടികളല്ലേ? ഉപവസിക്കുന്നത് നല്ല കുട്ടികളല്ലേ? അപ്പോൾ പള്ളിയിൽ പോകാത്തവരാരാ? ചീത്ത കുട്ടികളാണ്. നോയമ്പെടുക്കാത്തവർ ചീത്ത കുട്ടികൾ. മദ്യപിക്കുന്നവർ അയ്യോ മഹാമോശം കുട്ടികൾ അല്ലേ? ഈ ഒരു ധാരണയുടെ അപകടം നമ്മൾ വളരെ പെട്ടെന്ന് സാച്ചുറേറ്റഡ് ആവും. നമ്മുടെ പള്ളി ജീവിതം കൊണ്ട് നമ്മൾ തൃപ്തരാവും. ക്രിസ്തുവിലേക്ക് എത്തുന്നതിൽ നിന്ന് ചിലപ്പോൾ നമ്മുടെ പള്ളി ജീവിതം നമ്മളെ തടസ്സപ്പെടുത്താൻ ഇടയുണ്ട്. നമ്മൾ വളരെ റിലീജിയസ് ആവും. നമ്മൾ ഈ നല്ല കുട്ടികളായാലുള്ള ഏറ്റവും പ്രശ്നം, നല്ല കുട്ടിയാണെന്ന് സ്വയം തോന്നിയാലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ ചീത്ത കുട്ടികൾ ഉണ്ടായിരിക്കണം നമ്മുടെ പരിസരത്ത്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല കുട്ടിയായിട്ട് നിലനിൽക്കാൻ പറ്റുള്ളൂ. നല്ല കുട്ടി ആണ് എന്നെനിക്ക് തോന്നിയാൽ ഞാൻ പെട്ടെന്ന് ജഡ്ജ്മെൻ്റലാവും. ഞാൻ ജഡ്ജ്മെൻ്റലായാൽ പിന്നെ എന്നിൽ കരുണയുണ്ടാവില്ല. ഒരാൾ ജഡ്ജ്മെൻ്റലായാൽ പിന്നെ അയാളിൽ കരുണയുണ്ടാവാൻ വലിയ പാടാണ്. അതാണ് ഇതിൻ്റെ ഒരു അപകടം. പിന്നെ മറ്റുള്ളവരെ വിധിച്ചുകൊണ്ടാണ് നമ്മളുടെ നിലനിൽപ്പ് തന്നെ നിൽക്കുന്നത്. കാരണം എൻ്റെ ഇമേജ് നിലനിൽക്കുന്നത് മറ്റുള്ളവൻ്റെ ഇമേജ് നഷ്ടത്തിലാണ്. ഇതൊരു അപകടം പിടിച്ച ഇടപാടാണ്. അപ്പം അതുകൊണ്ട് സഭ എന്ന് പറയുന്നത്, സഭാ ജീവിതം നയിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ മാത്രം നമ്മൾ സാച്ചുറേറ്റഡ് ആയെങ്കിൽ സ്തേപ്പാനോസിൻ്റെ അത്രയും ക്രിസ്തുവിനെ പകർത്തി എഴുതാനുള്ള ശേഷി നമുക്കുണ്ടാവില്ല. ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരെ എന്ന് പള്ളി യോഗത്തിൽ ഉറക്കെ വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാവില്ല. നമുക്കെതിരെ കല്ലെറിയുമ്പോൾ തിരിച്ച് പ്രാർത്ഥന അറിയാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാവില്ല. ഈ തൻ്റേതായ ഇടം അത് ക്രിസ്തുവിലൂന്നിയുള്ള ഇടമാണ്. അതിലേക്ക് എത്തിച്ചേരാൻ ചിലപ്പോൾ ഈ സാച്ചുറേറ്റഡ് ആവുന്ന മതബോധം നമ്മളെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത് ദൈക്ഷണികമായ സമീപനമാണ്, താത്വികമായ സമീപനമാണ്. അത് വളരെ ഇൻ്റലക്ച്വലായിട്ട് ദൈവത്തെ സമീപിക്കുന്ന ഒന്നാണ്. അവിടെ ഒരു പ്രശ്നം, ദൈവത്തെ നമ്മൾ അറിഞ്ഞു കഴിയുകയാണല്ലോ. ഈ നോയിങ് ഗോഡ് എന്നുള്ളത് തിയോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടെർമിനോളജിയാണ്. ദൈവത്തെ അറിയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യത്തിൽ പൗരസ്ത്യരുടെ ഏറ്റവും വലിയ ആത്മവിവേകം. ദി ഇൻകോംപ്രിഹെൻസിബിലിറ്റി ഓഫ് ഗോഡ്. എക്സ്പീരിയൻസ് ചെയ്യാൻ, അനുഭവിക്കാൻ മാത്രമേ നമുക്ക് പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ചുള്ള കൃത്യമായ ഡോഗ്മാറ്റിക് നിർവചനങ്ങളൊക്കെ എത്രമാത്രം വിഭജനങ്ങൾക്കാണ് സഭാചരിത്രത്തിൽ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ അപകടം. അത് വേറൊരു തലത്തിലാണ്, നമ്മുടെ സാമാന്യ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് സഭ? ഇതൊക്കെ സഭയാണ്. എന്നാൽ ഇതല്ലാത്ത ഒരു നിലനിൽപ്പ് സഭയ്ക്കുണ്ടോ? ഈ സംഭാഷണത്തിലെ ഒരു ചോദ്യം അതാണ്. ഇഫ് ദ റിയൽ ടീച്ചിങ് ഓഫ് ദ എക്ലീസിയ ഈസ് ബേസ്ഡ്
neither on religion nor on philosophy, then what it is? ഉത്തരം: The ecclesia must be properly seen as being part of medicine. In reality, it is a spiritual hospital. ഇതൊരു ആത്മീയ ആശുപത്രിയാണ്. അപ്പം ആശുപത്രിയാണെങ്കിൽ എന്തിനെങ്കിലും ചികിത്സ വേണമല്ലോ. എന്തിനാണ് ചികിത്സ? പാപരോഗത്തിനാണ്. അപ്പം എന്താണ് പാപരോഗം? എന്താണ് പാപം? പാപങ്ങളുടെ പട്ടിക വിശുദ്ധ കുർബാന ക്രമത്തിൻ്റെ പുറകിൽ കൊടുത്തിട്ടുണ്ട്. നിഗളമുണ്ട്, അസൂയയുണ്ട്, കോപമുണ്ട്, നിരാശയുണ്ട്. പക്ഷെ ഇതൊന്നും പാപമല്ല കേട്ടോ. ഇതൊക്കെ പാപത്തിൻ്റെ ലക്ഷണം മാത്രമാണ്. ഒറ്റ പാപമേ ഉള്ളൂ, ഒരേ ഒരു പാപമേ ഉള്ളൂ. നമ്മൾ പറയില്ലേ, പനി ഒരു രോഗമാണെന്ന് നമ്മൾ പറയുമെങ്കിലും കുറച്ചുകൂടെ അറിവുള്ളവർ പറയും പനി ഏതൊക്കെയോ ലോകത്തിൻ്റെ ലക്ഷണമാണെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന നമ്മൾ അക്കമിട്ട് പറഞ്ഞിരിക്കുന്ന സംഗതികളൊക്കെ ഒരൊറ്റ രോഗത്തിൻ്റെ ലക്ഷണമാണ്. എന്താണെന്നറിയുമോ ആ രോഗം? ദൈവത്തിൽ നിന്നുള്ള അകൽച്ച, ഏലിയനേഷൻ ഫ്രം ഗോഡ്. ആദമിന് പറ്റിയ രോഗം അതാണ്. ദൈവത്തോട് കൂടെയായിരുന്ന മനുഷ്യനാണ്. ഏത് കാരണമായിരിക്കും, അയാൾക്ക് പറ്റിയത് അനുസരണക്കേടാണ്. എന്ത് കാരണം കൊണ്ടായാലും ദൈവത്തിൽ നിന്ന് അകന്നാൽ പിന്നെ ഈ ലക്ഷണങ്ങളൊക്കെ നമ്മൾ കാണിക്കും. ദൈവസാന്നിധ്യ ബോധമില്ലെങ്കിൽ പിന്നെ നിഗളമുണ്ടാവില്ലേ? ഉള്ളിൽ ദൈവമില്ല, പിന്നെ ഞാനല്ലേ ഉള്ളവിടെ? ദൈവസാന്നിധ്യ ബോധമില്ലെങ്കിൽ ധാർഷ്ട്യം ഉണ്ടാവില്ലേ? മോഹമുണ്ടാവില്ലേ? അസൂയ ഉണ്ടാവില്ലേ? നിരാശ ഉണ്ടാവില്ലേ? അപ്പം ദൈവത്തിങ്കിലേക്ക് മനുഷ്യനെ തിരിച്ചടുപ്പിക്കുന്ന ഇടമാണ് സഭ എന്ന് പറയുന്നത്. അതെത്ര മനോഹരമായിട്ട് സ്വർണ്ണനാവുകാരനായ മാർ ഇവാനിയോസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രീസ്റ്റ് ഈസ് എ സർജൻ, കൺഫെഷൻ ഈസ് എ സർജറി, ആൻഡ് ഹോളി കുർബാന ഈസ് ദ മെഡിസിൻ. സഭ ആശുപത്രിയാണ്, പുരോഹിതൻ വൈദ്യനാണ്, വിശുദ്ധ കുമ്പസാരം ശസ്ത്രക്രിയയാണ്, വിശുദ്ധ കുർബാന അമർത്യതയുടെ ഔഷധമാണ്. നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്ന ആ പരമപ്രധാനമായ ഔഷധം സമ്മാനിക്കുന്ന ഇടമാണ് സഭ. അതുകൊണ്ട് തന്നെ ചർച്ച് എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് ഈസ് എ തെറാപ്യൂട്ടിക് പ്രസൻസ്. ഒരു സൗഖ്യദായകമായ സാന്നിധ്യമാണ് സമൂഹത്തിൽ സഭ. അത് വ്യക്തിപരമായും സമുദായപരമായും അങ്ങനെ ആയിരിക്കണം. വ്യക്തിപരമായി നാം ചെല്ലുന്ന ഇടങ്ങളിൽ, സംഭാഷിക്കുന്ന ഇടങ്ങളിൽ, പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ സൗഖ്യം പകരുന്നവരാണെങ്കിൽ, ദൈവത്തിൽ നിന്ന് ആന്തരിക സൗഖ്യം നേടി ആ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് വിനയവും വിവേകവും ഉണ്ട് എങ്കിൽ നിശ്ചയമായും നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിൽ നമ്മൾ സൗഖ്യവും ശാന്തിയും സമാധാനവും പകരും. അങ്ങനെയുള്ള മനുഷ്യർ സഭയിൽ വർദ്ധിക്കുമ്പോഴാണ് സഭ സമുദായമായി തന്നെ ഒരു സൗഖ്യം പകരുന്ന സാന്നിധ്യമായി ഈ പൊതുസമൂഹത്തിൽ നിലകൊള്ളുന്നത്. അല്ലാത്ത പക്ഷം അങ്ങനെയുള്ള ആളുകൾ കുറയുമ്പോൾ സഭ എന്ന് പറയുന്നത് സമൂഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒന്നായി ചിലപ്പോൾ ആയിത്തീരാനിടയുണ്ട്. അത്തരം സ്വത്വ നിർമ്മിതികളല്ല നമുക്ക് ആവശ്യം. ആദിമസഭയിൽ സ്തേപ്പാനോസ് തുടങ്ങി എല്ലാ സഹദേന്മാരും മൗദ്യാനന്മാരും പിതാക്കന്മാരും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള സൗഖ്യദായകമായ സാന്നിധ്യമായി, ക്രിസ്തുവിൻ്റെ ജീവിതത്തെ പകർത്തിയെഴുതുന്ന സാന്നിധ്യങ്ങളായി ഈ ഭൂമിയിലായിരിക്കാനായി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ അടുത്തിടയ്ക്ക് കേട്ട ഏറ്റവും സുന്ദരമായ അഭിമുഖങ്ങളിലൊന്ന് രഘുനാഥ് പലേരിയുടെയാണ്. അദ്ദേഹം ഒരു എഴുത്തുകാരനും സംവിധായകനും സമീപകാലത്ത് സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന ഒരാളുമാണെന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരിയെക്കുറിച്ച്, അഷിത എന്ന മലയാളത്തിലെ പ്രസിദ്ധയായ എഴുത്തുകാരിയെക്കുറിച്ച് പറഞ്ഞ ഒരു വരിയാണ്. അഷിത മരിച്ചു പോയിട്ട് 2-3 വർഷങ്ങളായി ക്യാൻസർ വന്ന്. അഷിതയെക്കുറിച്ച് അയാൾ പറയുകയാണ്, ഞാൻ അഷിതയുമായി അധികം ഫോണിലൊന്നും സംസാരിച്ചിട്ടില്ല, വല്ലപ്പോഴും കാണാറുണ്ട്. പക്ഷേ വളരെ ഗാഢമായ ഒരു ബന്ധം ഞങ്ങൾക്കിടയിലുണ്ട്.
എന്നിട്ട് അയാൾ പറയുന്ന ഒരു വാക്കാണ്, അഷിത എനിക്ക് അമ്മയോ അനിയത്തിയോ കാമുകിയോ ഒന്നുമായിരുന്നില്ല, പക്ഷേ അവൾ എനിക്കൊരു സാന്നിധ്യമായിരുന്നു. അവൾ എനിക്കൊരു സാന്നിധ്യമായിരുന്നു. ഷീസ് എ പ്രസൻസ്. അതത്ര ചെറിയൊരു സംഗതിയല്ല. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു സാന്നിധ്യമാകുമ്പോൾ ചിലപ്പോൾ അത് അനുഗ്രഹകരമായ സാന്നിധ്യമായി അവർക്ക് തോന്നിയേക്കാം. അതാണ് സൗഖ്യദാനം. അതാണ് ആ പരിസരങ്ങളെ സുഖപ്പെടുത്തുന്നത്, മനുഷ്യരുടെ മുറിവുകളെ പൊറുക്കുന്നത്. അത്തരമൊരു സാന്നിധ്യമാവാൻ ശൗലിൻ്റെ മനസ്സിൽ മാനസാന്തരത്തിൻ്റെ വിത്ത് പതിപ്പിക്കുന്ന സ്തേഫാനോസിൻ്റെ മരണം പോലെ നമ്മുടെ വാക്കും ചിലപ്പോഴൊക്കെ നമ്മുടെ മൗനവും അങ്ങനെ പരിണമിക്കുന്നെങ്കിൽ അതായിരിക്കും ആത്യന്തികമായി നാം ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് ഏതെങ്കിലും തരത്തിൽ അനുരൂപപ്പെടാൻ ശ്രമിക്കുന്നെങ്കിൽ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്താര എന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.